നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള മുന്നേറ്റത്തിനാണ് മലപ്പുറം മണ്ഡലം ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി 85,327 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് സഭയിലേക്ക് വീണ്ടും എത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ മട്ടന്നൂരിൽ സ്ഥാപിച്ച 60,963 വോട്ടുകളുടെ റെക്കോർഡാണ് ഇത്തവണ കുഞ്ഞാലിക്കുട്ടി പഴങ്കഥയാക്കിയത്. വെറും വിജയമല്ല, മറിച്ച് മലപ്പുറം മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളിൽ സിംഹഭാഗവും സ്വന്തമാക്കിയാണ് ഈ പടക്കുതിര തന്റെ കരുത്ത് തെളിയിച്ചത്. കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ 8 പേർ കൂടി ഇത്തവണ 1,00,000 മുകളിൽ ഭൂരിപക്ഷം നേടി സഭയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചെന്നതും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. ഇതിൽ ആദ്യ 3 സ്ഥാനങ്ങളും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ തന്നെ കൈക്കലാക്കിയെന്നത് UDFന്റെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട്. PMA സമീർ തിരൂരങ്ങാടിയിൽ നിന്നും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കോട്ടക്കൽ നിന്നും യഥാക്രമം 63,387, 62,638 എന്നിങ്ങനെ മികച്ച ഭൂരിപക്ഷം സ്വന്തമാക്കി. ലീഗിലെ 6 പേരും കോൺഗ്രസിലെ 3 പേരുമാണ് 1,00,000 ക്ലബിൽ ഇടം പിടിച്ചത്. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് M. റഹമത്തുള്ള, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് എന്നിവർ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും തൃക്കാക്കരയിൽ ഉമാ തോമസും 50,000 മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തങ്ങളുടെ മണ്ഡലം നിലനിർത്തി. വള്ളിക്കുന്നിൽ നിന്ന് TV ഇബ്രാഹിമും ഈ വലിയ വിജയത്തിന്റെ ഭാഗമായി. കുഞ്ഞാലിക്കുട്ടിയുടെ വിജയത്തിന്റെ മാറ്റുരയ്ക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ NCPയിലെ KT മുജീബ് റഹ്മാന് കേവലം 45,934 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ UDF തരംഗം ആഞ്ഞു വീശി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രബലരായ ഈ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമ്പോൾ തന്നെ 100-ൽ താഴെ വോട്ടുകൾക്ക് ഭാഗ്യം തുണച്ചവരും ഇത്തവണയുണ്ട്. അത്യന്തം ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത് മണലൂരിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥാണ്. TN പ്രതാപനെതിരെ വെറും 126 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. അഴീക്കോട് KV സുമേഷ് 349 വോട്ടുകൾക്കും കഴക്കൂട്ടത്ത് BJPക്കായി വിജയം നേടിയ V. മുരളീധരൻ 428 വോട്ടുകൾക്കും കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ 2001-ൽ A. അസീസ് 21 വോട്ടുകൾക്ക് നേടിയ വിജയമാണ് ഏറ്റവും ചെറിയ ഭൂരിപക്ഷമായി ഇന്നും നിലനിൽക്കുന്നത്. തൊട്ടുപിന്നിൽ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നേടിയ 38 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ ആവേശവും നേരിയ ഭൂരിപക്ഷത്തിന്റെ നെഞ്ചിടിപ്പും ഒത്തുചേർന്ന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് എന്തായാലും വഴി തുറന്നിട്ടുണ്ട്. വൻ ഭൂരിപക്ഷം നേടിയവർ ജനപ്രതി ഉന്നതി നിൽക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവർ വരും നാളുകളിൽ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടി വരുമെന്ന സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത്. എന്തായാലും മലപ്പുറത്ത് ഇത്തവണ ക്ലീൻ സ്വീപ്പാണ് UDFന് ലഭിച്ചത്. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ അവർ കൃത്യമായി സമാഹരിച്ച് UDFന് നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്തായാലും അവർക്ക് ലഭ്യമായ സീറ്റുകളിൽ ഭൂരിപക്ഷത്തിലും വിജയിച്ചു കയറി. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. എന്തായാലും മുസ്ലിം വോട്ട് ഏകീകരണം, അതായത് ന്യൂനപക്ഷ വോട്ട് ഏകീകരണം, അത് കൃത്യമായ രീതിയിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.